ഇന്ന് ബ്രിക്സ് ഉച്ചകോടി ഓൺലൈനായി ചേരും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. ബ്രസീലിലാണ് യോഗം വിളിച്ചു ചേർത്തത്. US തീരുവ പ്രഖ്യാപനങ്ങൾക്കെതിരെ അംഗരാജ്യങ്ങൾ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ട്രംപ് നിലപാട് മയപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ജാഗ്രതയോടെയാണ് ഇന്ത്യൻ നീക്കം. ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക തുടർച്ചയായി ഭീഷണി മുഴക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ യോഗം എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് സുധ ബിജു ആണ് ചേരുന്നത്. അജയ്, ഇന്ന് US തീരുവ പ്രഖ്യാപനങ്ങൾക്കെതിരെയുള്ള നിലപാട് അത് തന്നെയാണ് ശ്രദ്ധേയം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഈ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ട്രംപ് തുടർച്ചയായി ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ വർഷം പറഞ്ഞത് ഈ റഷ്യ പുതിയൊരു ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ പുതിയൊരു കറൻസി രൂപീകരിക്കണം, അമേരിക്കൻ ഡോളറിന് പകരമായി ഈ കറൻസി ഉപയോഗിച്ചുകൊണ്ട് വ്യാപാരം നടത്തണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനെതിരെ അമേരിക്ക ശക്തമായിട്ടുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതുപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ അവരുടെ സംസാരത്തിൽ അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ നിലവിലുള്ള തീരുവയ്ക്ക് പുറമെ 10% പിഴത്തീരുവയായി ചുമത്തും എന്നുള്ള ഭീഷണി മുഴക്കിയിരുന്നു. അതുപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ അത് പിരിച്ചുവിടണം എന്നുള്ള കാര്യം ഉൾപ്പെടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം ഭീഷണികൾ ഉൾപ്പെടെ ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു വിഷയമെന്ന് പറയുന്നത് അമേരിക്ക മറ്റ് എല്ലാ രാജ്യങ്ങൾക്കും മേൽ ചുമത്തിയിട്ടുള്ള പുതിയ തീരുവ നയങ്ങളാണ്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തിയിട്ടുള്ളത് ബ്രിക്സ് രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ തീരുവ നിലവിൽ വന്നത് ബ്രസീലിനും അതുപോലെ തന്നെ ഇന്ത്യക്കും മേലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബ്രസീലിൻ്റെ ആതിഥേയത്വത്തിൽ ഇത്തരമൊരു ഉച്ചകോടി, ഒരു പ്രത്യേക ബ്രിക്സ് രാജ്യങ്ങളുടെ ഉച്ചകോടി ഓൺലൈനായിട്ട് വിളിച്ചു ചേർത്തത്. ഈ വർഷം അല്ലാതെയുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ സമ്മേളനം റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്നിരുന്നു. ഇതിൽ 11 അംഗരാജ്യങ്ങളുടെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. എന്നാൽ അന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഇന്നത്തെ ഓൺലൈൻ യോഗത്തിൽ പുടിൻ ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയിരിക്കും പങ്കെടുക്കുക. ഈ സെപ്റ്റംബർ 5-ാം തീയതിയാണ് എസ് ജയശങ്കർ ആയിരിക്കും പങ്കെടുക്കുക എന്നുള്ള വിവരം ഇന്ത്യ പങ്കുവയ്ക്കുകയുണ്ടായിരുന്നത്. ഈ അമേരിക്കൻ തീരുവ പ്രഖ്യാപനം അത് ഓഗസ്റ്റ് 7-ാം തീയതി ഉണ്ടായതിനു ശേഷം ബ്രസീലിയൻ പ്രസിഡന്റായിട്ടുള്ള ലുള ഡസിൽവ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ച് അദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. ബ്രസീലിൻ്റെയും ഇന്ത്യയുടെയും നിലപാട് ഉൾപ്പെടെ പങ്കുവച്ചിരുന്നു. ഈ തീരുവ വിഷയത്തിൽ ആശങ്ക ഉൾപ്പെടെ പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ നിലവിൽ ബ്രസീൽ അവരുടെ ചർച്ച അജണ്ട വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഈ തീരുവ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അമേരിക്കൻ തീരുവ ഉൾപ്പെടെയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക. എന്നാൽ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ കുറച്ച് ജാഗ്രതയോടെയാണ് ഇന്നത്തെ നീക്കമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പിന്മാറ്റം ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല, എസ് ജയശങ്കറാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നത് ഉൾപ്പെടെ ഇതിൽ നിലനിൽക്കുന്നു. കാരണം 2 ദിവസങ്ങൾക്ക് മുൻപെയാണ് നമുക്കറിയാം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേലുള്ള ഒരു നിലപാട് മയപ്പെടുത്തി മോദി മഹാനായിട്ടുള്ള നേതാവാണെന്നും ഇന്ത്യക്ക് മേലുള്ള നിലവിലെ പ്രശ്നം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് മാത്രമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ചെറുതായിട്ടൊന്ന് നിലപാട് മയപ്പെടുത്തി ഈ ചുറ്റുപാടിൽ ആ നിലപാടിൽ തന്നെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയി ഈ തീരുവ വിഷയത്തിൽ എന്തെങ്കിലും ഒരു അയവ് വരുത്തുക, അല്ലെങ്കിൽ അമേരിക്കയുമായി നിന്നുപോയ വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യയുടെ മനസ്സിലുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഈയൊരു കാര്യം കൂടി നിൽക്കുന്നത് കൊണ്ടാകാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പകരം എസ് ജയശങ്കർ യോഗത്തിൽ അജയ് ഒന്ന് തുടരണം. അതേസമയം വീണ്ടും ഇന്ത്യയും റഷ്യയും ലക്ഷ്യമിട്ട് US ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ്. റഷ്യക്കെതിരെ അടുത്ത ഘട്ട ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് സൂചന നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിന് പുറത്തു വെച്ചൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ട്രംപ്. Are you ready to move to the second phase of sanctions against Russia or punishing Putin? How is your call with the Prime Minister? റഷ്യയിൽ നിന്ന്